65-ാമത്തെ സങ്കീർത്തനമാണ് നാം വായിച്ചത്. आज हमने जो भजन संहिता पढ़ा वो भजन संहिता 65 पढ़ा है. ഇത് അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു സങ്കീർത്തനമാണ്. ये जो भजन संहिता है ये अनुग्रह का और एक संतोष का या प्रसन्नता का एक भजन संहिता है. ആ സങ്കീർത്തനങ്ങളൊക്കെ പലതും പല രീതിയിലുള്ള സങ്കീർത്തനങ്ങളാണ്. जो भजन संहिता है कई रीति से लिखे गए हैं. ചിലത് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും നിറഞ്ഞതാണ് ചില സങ്കീർത്തനം എന്ന് പറയുന്നത്. कुछ जो भजन संहिता है वो कई प्रकार की तकलीफ की अवस्था में या परेशानी की अवस्था में या भयावह की अवस्था में लिखी गई भजन संहिता है. ചില സങ്കീർത്തനങ്ങളിൽ കണ്ണുനീരുകൾ നമുക്ക് കാണുവാൻ കഴിയും. कुछ भजन संहिता के द्वारा भजन लिखने वाले के आंसू के बारे में हम देख सकते ഇങ്ങനെ हैं. പല രീതിയിലാണ് സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. ऐसे कई प्रकार की रीति से भजन संहिता लिखे गए हैं. ഭക്തന്മാരായിരുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നതാണ് പാടുന്നതാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. भजन संहिता लिखने वाले ने अपने अनुभव के द्वारा जो अनुभव प्राप्त किया है उसके अनुसार उन्होंने भजन संहिता लिखा है. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ 62-ാമത്തെ സങ്കീർത്തനമാണ് വായിക്കുവാനിടയായി തീർന്നത്. पिछले हफ्ते हमने भजन संहिता 62 पढ़ा था. അതിന്റെ 11-ാമത്തെ 11-12 വാക്യത്തിൽ നിന്നാണ് പ്രസംഗിക്കുവാനിടയായി തീർന്നത്. उसके 11वें और 12वें आयत से मैंने प्रचार किया था. അതിനോട് ചേർന്നാണ് 65-ാം സങ്കീർത്തനം ഇന്ന് വായിക്കുവാനിടയായി തീർന്നത്. उसी के साथ में लगा हुआ है भजन संहिता 65 जो आज मैंने पढ़ा. കഴിഞ്ഞ സൺഡേയിലെ പ്രസംഗം നമുക്ക് ഈ ആഴ്ചയിൽ അത് കേൾക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. पिछले हफ्ते की तुलना में इस बार वो ज़्यादा अच्छा प्रचार हम कर सकते हैं ऐसा मैं विश्वास करता हूँ. അവിടെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ അന്ന് പ്രസംഗിക്കുവാനിടയായി തീർന്നത്. पिछली बार जब हमने वाक्य पढ़ा उसी के अनुसार हम आगे प्रचार करेंगे. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളിച്ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. 62-11. भजन संहिता 62 का 11वें आयत में लिखा हुआ है, परमेश्वर ने एक बार कहा है और 2 बार मैंने यह सुना है कि सामर्थ्य परमेश्वर का है. 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, കർത്താവേ ദൈവം നിനക്കുള്ളതാകുന്നു. 12वें आयत में लिखा हुआ है कि हे प्रभु करुणा भी तेरी है. അത് ആ വാക്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന വാക്യമാണ് 11-12 വാക്യങ്ങൾ. ये जो 11वें और 12वें आयत है हमें एकदम पढ़े तो उसको समझ में नहीं आता है. പലരും പല രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നത്. कई लोग कई प्रकार के तरीके से उसकी व्याख्यान करते കഴിഞ്ഞ हैं. ആഴ്ച ഞാൻ പറഞ്ഞു, എബ്രായ ഭാഷയിൽ നിന്ന് നേരിട്ട് വ്യാഖ്യാനം ചെയ്യുമ്പോൾ जिस प्रकार मैंने पिछले बताया कि इब्रानी जब अपने लैंग्वेज में उसको व्याख्यान करते हैं, ദൈവം പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ കേട്ടിരിക്കുകയാണ്. परमेश्वर ने जो बात कही उसको मैंने 2 बार सुना है ऐसा लिखा है. ദൈവം പറഞ്ഞ 2 കാര്യം എന്ന് പറയുന്നത് ബലം ദൈവത്തിൻ്റെത്, ദൈവം ദൈവത്തിൻ്റെതാണ്. परमेश्वर ने जो 2 बातें कही है कि बल परमेश्वर का है और करुणा भी परमेश्वर की. ദൈവത്തിന്റെ ബലത്താലും ദയാലുമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നത്. परमेश्वर की दया और बल के कारण ही हम इस भूमि पर रहते हैं. അനുദിനമായ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം തന്റെ ദയ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. परमेश्वर के लोगों के बीच परमेश्वर हमेशा अपना करुणा दिखाता है. ദൈവം തന്റെ ജനത്തെ ഒരിക്കലും കൈവിടത്തില്ല. परमेश्वर अपने लोगों का हाथ कभी भी नहीं छोड़ता. ഏത് കഷ്ടങ്ങളിൽ കണ്ണുനീരിൽ കടന്നു പോയാലും നിന്റെ വലങ്കരത്തിൽ ദൈവം പിടിച്ചിട്ടുണ്ട്. किसी प्रकार तकलीफ परेशानी में क्यों ना गुजरे लेकिन अपना दाहिने हाथ हमेशा परमेश्वर पकड़े रहता ചില है. കഷ്ടങ്ങളും പ്രതികൂലം പ്രതിസന്ധികളും ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. कई बार हमारे जीवन में तकलीफ परेशानी आ सकती है लेकिन प्रभु यीशु मसीह की अनुमति के बिना वो हमारे जीवन में प्रवेश नहीं करती ഒരു है. ദൈവ പൈതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, परमेश्वर का भक्त एक बात जानना जरूरी है. യഥാർത്ഥമായ ദൈവത്തെ സേവിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ यथार्थ रूप से परमेश्वर से प्रेम करने वाले एक भक्त के जीवन में ദൈവം അനുവദിക്കാതെ ഒരു സംഭവങ്ങളും ഉണ്ടാകത്തില്ല. परमेश्वर के आज्ञा के बिना कुछ भी बात उसके जीवन में नहीं हो അപ്പോൾ सकती. ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം അനുവദിച്ചിട്ടാണ് ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. इसलिए परमेश्वर के भक्त लोगों को जानना जरूरी है कि परमेश्वर की आज्ञा के द्वारा ही मैं इस परिस्थिति से गुजर रहा हूँ. അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം സകലത്തിനും നീക്കുപോക്കുകൾ ഉണ്ടാക്കി തരും. इसलिए हमारी सभी आवश्यकता को सामर्थ्य प्रभु यीशु मसीह के हाथों में रखकर हम प्रार्थना करें, हमारी सभी आवश्यकता को वो पूरा करेगा. എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു കാലഘട്ടമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. वचन हमें सिखाता कि कभी सभी चीजों के लिए एक समय दिया हुआ है. യോസഫിന്റെ ജീവിതത്തിൽ അനേക പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. यूसुफ के जीवन में कई प्रकार की प्रतिकूल परिस्थिति आई थी. യോസഫ് ഭക്തനായ മനുഷ്യനായിരുന്നു, ദൈവത്തെ സേവിക്കുന്ന ആരാധിക്കുന്ന വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു യോസഫ് എന്ന് പറയുന്നത്. यूसुफ जो है प्रभु परमेश्वर की सेवा करने वाला एक भक्त था. യോസഫിന്റെ ജീവിതത്തിൽ മറ്റു സഹോദരന്മാർക്കുണ്ടാകാത്തതിലും കൂടുതലായിട്ട് പ്രതികൂലം കടന്നു വരുവാനിടയായി തീർന്നു. यूसुफ के जीवन में बाकी भक्तों की आए हुए अवस्था से भी ज्यादा प्रतिकूल स्थिति यूसुफ के जीवन में आया था. ആ ദൈവസന്നിധിയിൽ വേണ്ട പോലെ ദൈവത്തെ ആരാധിക്കാത്തവരുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഒന്നുമില്ല.
परमेश्वर की आराधना करते समय भी जो प्रतिकूल की स्थिति आती है उससे ज़्यादा दुखी अवस्था कुछ नहीं है। എന്നാൽ ഭക്തിയോട് നാം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് കഷ്ടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. लेकिन हम पूरी भक्ति के साथ जब प्रभु की आराधना करते हैं तो कई प्रकार की प्रतिकूल स्थितियां हमारे जीवन में आती है। ജോസഫിന്റെ ജീവിതത്തിൽ വളരെ കഷ്ടതകൾ കടന്നു വരുവാനിടയായി തീർന്നു. यूसुफ के जीवन में कई प्रकार की ऐसी प्रतिकूल स्थितियां आई। നമുക്കറിയാം യോസഫ് കടന്നു പോയതായ എല്ലാ വഴികളും നമുക്കറിയാം. यूसुफ जो जो रास्ते से गुजरा हम उसके बारे में हमें उसके बारे में पता है। യോസഫ് വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. यूसुफ ने कोई गलतियां नहीं की थी। അവൻ ദർശനമുള്ളവനും ദൈവശബ്ദം കേൾക്കുന്നവനുമായിരുന്നു. वो दर्शन और परमेश्वर का वचन सुनने वाला था। നമുക്കറിയാം യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന്. हमें सबको पता है कि यूसुफ के जीवन में क्या हुआ। നീണ്ട വർഷങ്ങൾ അവൻ ആ താഴ്വരയിൽ കൂടെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. कई वर्षों वो एक प्रतिकूल परिस्थिति से गुजरा था। യോസഫിനെ അവസ്ഥയിൽ കൂടെ കടത്തിവിട്ടതിന് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. यूसुफ को इस परिस्थिति से गुजारने के लिए प्रभु परमेश्वर को कुछ उद्देश्य था। ദൈവത്തിന്റെ ഹിതങ്ങളും ദൈവത്തിന്റെ വഴികളും എപ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല. परमेश्वर को क्या कार्य क्या उद्देश्य हमें हमेशा समझ में नहीं आ सकता। യോസഫിനെ ആ നിലയിൽ കൂടെ കടത്തിവിടേണ്ടത് അത് ദൈവവചനത്തിന്റെ നിവൃത്തികളായിരുന്നു. यूसुफ को उस अवस्था से गुजारना प्रभु यीशु मसीह का उद्देश्य या परमेश्वर के वचन को पूरा होना था। അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് अब्राहम से परमेश्वर ने जो वाचा बांधी थी 430 വർഷം നിന്റെ സന്തതികൾ അടിമകളായി മിസ്രയീമിനെ സേവിക്കും. 130 साल जो इस्राएल लोग हैं वो मिस्र देश में गुलाम होकर रहेंगे। എന്നാൽ 430 വർഷം കഴിയുമ്പോൾ നിന്റെ സന്തതിയെ ഞാൻ അവിടുന്ന് വിടുവിക്കും. लेकिन 130 वर्ष पूरा होने के पश्चात तेरी संतानों को मैं वहां से छुटकारा दिलाऊंगा। വചനങ്ങൾ അറിയാവുന്നതുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി പോകുന്നില്ല. इसलिए मैं वचन के उस गहराई की ओर नहीं जाना चाहता। ഇസ്രായേലിനെ വിടുവിക്കുവാൻ സമയമായപ്പോൾ അവരെ വിടുവിക്കുവാൻ ദൈവത്തിനൊരു മനുഷ്യനെ ആവശ്യമായിരുന്നു. इस्राएल लोगों का जब गुलामी की अवस्था पूरी हुई तो इस्राएल लोगों को छुड़ाने के लिए एक मनुष्य की आवश्यकता परमेश्वर को दी। അതിനുവേണ്ടി ദൈവം യോസഫിനെ ഒരുക്കിയെടുക്കുവാൻ ഇടയായി തീർന്നു. അവർ അടിമത്തത്തിലേക്ക് കടന്നു പോകേണ്ടതിന്. इसलिए यूसुफ को परमेश्वर ने तैयार किया है कि वो गुलामी की ओर जाए। യോസഫ് അവിടെ കടന്നു ചെന്നുകൊണ്ടാണ് ഇസ്രായേൽ മൊത്തമായി അവിടെ കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നത്. യോസഫ് മിസ്രൈമിൽ ചെന്നതിന്റെ ഫലമായിട്ടാണ് യാക്കോബും മക്കളും മിസ്രൈമിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നത്. यूसुफ मिस्र में जाने के कारण ही याकूब और उसके पुत्र लोग मिस्र देश की ओर गए। അപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് യോസഫ് മിസ്രൈമിൽ എത്തിച്ചേർന്നത്. तो इसका मतलब ये कि यूसुफ प्रभु के हित के अनुसार ही मिस्र देश को पहुंचाया गया। അതിനുവേണ്ടി ചില കഷ്ടങ്ങളിൽ കൂടെ അവൻ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. इसके लिए यूसुफ को कुछ तकलीफों से गुजरना जरूरी था। ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. मेरा कहने का मतलब कि सभी चीजों के लिए परमेश्वर ने एक निश्चित समय रखा हुआ है। നീണ്ട വർഷങ്ങൾ അവൻ കഷ്ടതയിൽ കൂടെ കടന്നുപോയെങ്കിലും कुछ ज्यादा समय तक वो एक दुख की अवस्था से गुजरा तो ആ കഷ്ടതയുടെ അവസാനത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു. लेकिन उस दुख की अवस्था को समाप्त करने के लिए परमेश्वर ആ ने एक समय സമയം रखा। പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ പിന്നെ ഒരു കഷ്ടതയ്ക്കും യോസഫിനെ തൊടുവാൻ കഴിഞ്ഞില്ല. वो कष्ट की अवस्था पूरी होने के पश्चात यूसुफ के ऊपर कोई भी कष्ट भारी नहीं हुआ। അപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾക്കും ഭാരങ്ങൾക്കും വിഷയങ്ങൾക്കും എല്ലാം ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. इसका मतलब ये कि हमारे सबके जीवन में जो कष्ट है दुख की अवस्था आता है उसका एक निश्चित समय परमेश्वर ने रखा हुआ। ആ സമയം വരെ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും കർത്താവേ അനുദിന കൃപ പകരണമെന്ന് പ്രാർത്ഥിച്ചു മുന്നോട്ട് നാം കടന്നു പോകുക. उस समय परमेश्वर की हम आराधना करते हुए उस प्रतिकूल स्थिति का हम लोग सामना करें। നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ ഇടയായി തീരും. हम जो जिस अवस्था में उस अवस्था से प्रभु परमेश्वर हमें छुटकारा देगा। നമ്മുടെ ദൈവം ബലമുള്ള ദൈവമാണ്. हमारा परमेश्वर बलवान परमेश्वर है। നാം വായിച്ച സങ്കീർത്തനത്തിന്റെ 65:6 ഇങ്ങനെ കാണുന്നു. 65:6 വാക്യം വായിച്ചാണ്. आज हमने जो भजन पढ़ा उसका 6वां आयत में इस प्रकार लिखा हुआ है, तू जो पराक्रम का फेटा खसे हुए है अपने सामर्थ्य से पर्वत को स्थिर करता है। അവിടെ എഴുതിയിരിക്കുന്നു അവൻ ബലമരയ്ക്ക് കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. वहाँ पर लिखा हुआ पराक्रम का फेटा कसे हुए प्रभु अपने सामर्थ्य से पर्वत को स्थिर करता है। ബലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണെന്നാണ് 62-ാം സങ്കീർത്തനത്തിൽ കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത്. बल परमेश्वर का ऐसा हमने पिछले हफ्ते भजन संहिता 62 में पढ़ा। അത് ദൈവം തന്നെ പറയുന്നു ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. वहाँ पर प्रभु परमेश्वर खुद कहता है कि मैं सर्वशक्तिमान परमेश्वर हूँ। അത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു ഉൽപ്പത്തി 17-ാമത്തെ ഒന്നാമത്തെ വാക്യങ്ങൾ ഇത് കാണുവാൻ കഴിയും. पिछले हफ्ते जो हमने पढ़ा कि उत्पत्ति किताब 17वां आयत में पढ़ सकते हैं। ദൈവം അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ സർവശക്തിയുള്ള എൽ ഷദായി ആകുന്നു.
वहाँ पर अब्राहम से प्रभु परमेश्वर कहता है कि मैं सर्वशक्तिमान परमेश्वर हूँ। 65 നമ്മൾ വായിച്ചു, അവൻ ബലം അരയ്ക്ക് കെട്ടിയിരിക്കുകയാണ്. 65 वचन संहिता में लिखा हुआ है कि जो पराक्रम का फेटा कसे हुए हैं। അപ്പോൾ നമ്മൾ സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവം ബലവാനും ശക്തനുമായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. इसका मतलब है कि हम जिस प्रभु परमेश्वर का आराधना करते हैं वो पराक्रमी सर्वशक्तिमान प्रभु है। അപ്പോൾ ദൈവത്തിന്റെ ബലവും ശക്തിയും അത് ദൈവജനത്തിനു വേണ്ടി ദൈവം പകരപ്പെടുന്നെന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. हाँ, परमेश्वर वचन में हम देख सकते हैं कि जो प्रभु यीशु मसीह का पराक्रम है वो अपने लोगों के लिए वो प्रकट करता है। പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകണമെങ്കിൽ ബലവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. प्रतिकूल परिस्थितियों का सामना करने के लिए परमेश्वर का जो पराक्रम है वो हमारे लिए आवश्यक है। സങ്കീർത്തനം 84:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ബലം നിന്നിൽ ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. हाँ, भजन संहिता 84 का 5वां आयत में हम पढ़ सकते हैं कि क्या ही धन्य है वह मनुष्य जो तुझसे शक्ति प्राप्त करता है। ദൈവത്തിന്റെ ശക്തിയുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. वहाँ पर लिखा है कि जो परमेश्वर शक्ति जिसे प्राप्त हुआ मनुष्य भाग्यवान है। ദൈവത്തിന്റെ ബലം ഉള്ളിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. परमेश्वर का बल जिसके मनुष्य के अंदर है वो धन्य है। അവർ തങ്ങളുടെ സിയോൻ യാത്രയിൽ അവർ തളർന്നു പോകത്തില്ല. वहाँ पर लिखा है वो सियोन की सड़क में वो कभी दुखित नहीं होगा। കാരണം എന്ന് വെച്ചാൽ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി അവർ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. क्योंकि आंसुओं की तराई से वो गुजर चुके हैं। അപ്പോൾ ദൈവമക്കളെ, ചില കണ്ണുനീരിന്റെ താഴ്വരകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നാം മറന്നു പോകല്ലേ. इसलिए परमेश्वर के लोगों हम ये नहीं बोले कि हमें भी कभी आंसू की तराई से ആ गुजरना पड़ सकता ദൈവമക്കൾ है। കടന്നു പോകുന്ന ചില താഴ്വരകളൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर भक्त लोग गुजरने वाले कुछ तराइयों के बारे में भी हमें बताया गया है। അതിലൊരു താഴ്വരയാണ് കണ്ണുനീരിന്റെ താഴ്വര എന്ന് പറയുന്നത്. इसलिए हम उसको कहते हैं कि आंसू की तराई। ഈ കണ്ണുനീരിന്റെ താഴ്വര നമ്മെ കരയിക്കുന്ന അനേക സംഭവങ്ങൾ ഉണ്ട് ആ വഴിയിൽ. ये आंसू के तराई से ले जाने वाले कई बातें हुई है। ആ നമ്മെ വേദനപ്പെടുത്തുന്ന അനേക വിഷയങ്ങൾ അവിടെയുണ്ട്. हमें दुखित करने वाली कई विषय वहाँ पर എന്നാൽ അവിടെ തളർന്നു പോകാതിരിക്കുവാൻ ദൈവത്തിന്റെ ബലം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. लेकिन वहाँ पर हमें दुखित नहीं होना है। ദൈവത്തിലെ ജീവിതത്തിന്റെ യാത്രകളിൽ നീ തളർന്ന് ക്ഷീണിക്കും ഇരിക്കുകയാണെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കുക, ദൈവത്തിന്റെ ബലം എൻ്റെ അകത്തുണ്ടോ? हम जब डरे या प्रतिकूल स्थिति में तब हम सोचे कि हमारे जीवन में क्या परमेश्वर की पराक्रम है हमारे जीवन में। ഏത് അവസ്ഥ വന്നാലും ഒരു ദൈവ പൈതൽ ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ, किसी प्रकार की अवस्था क्यों नहीं है, लेकिन एक परमेश्वर का भक्त परमेश्वर की आत्मा में भरकर जब उसकी आराधना करेगा, ദൈവത്തെ സ്തുതിക്കുമ്പോൾ परमेश्वर की स्तुति करेगा, ദൈവം നമ്മുടെ അകത്ത് ബലം പകരുമെന്ന് ഇന്ന് വൽക്കാലം നാം മനസ്സിലാക്കുക. हमें इस बात को जानना जरूरी है कि प्रभु हमारे जीवन में उस समय। അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തിന്റെ ബലം അകത്തുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. इसलिए भजन संहिता लिखने वाला कहता है कि परमेश्वर का बल जिसके अंदर है वो मनुष्य धन्य है। കഴിഞ്ഞകാല ഭക്തന്മാരുടെ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതങ്ങളൊക്കെ നാം പരിശോധിച്ചു നോക്കിയാൽ पुराने नियम में जो भक्त लोगों के जीवन के बारे में हम जांचे तो ദൈവത്തിന്റെ ബലവും ശക്തിയും ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. परमेश्वर का बल और शक्ति उन सबके जीवन में था। ഒരിക്കൽ ഫെലിസ്ത്യർ ശിംശോനെ പിടിച്ചു കെട്ടി. एक बार फलिस्ती लोगों ने शिमशोन को पकड़कर ആ बांधा। കെട്ടപ്പെട്ട അവസ്ഥയിൽ ദൈവത്തിന്റെ ശക്തി ശിംശോന്റെ മേൽ ഇറങ്ങി വന്നെന്ന് ദൈവവചനം പറയുന്നു. परमेश्वर का वचन कहता है कि वो बंधे हुए अवस्था में शिमशोन के ऊपर परमेश्वर की आत्मा उतर आया। ഗിദെയോനോട് ദൈവം പറയാണ്, गिदोन से परमेश्वर कहता है, അല്ലയോ പരാക്രമശാലിയായ യഹോവ നിന്നോട് കൂടെയുണ്ട്. पराक्रमशाली प्रभु परमेश्वर तेरे साथ है। ഏലിയാവിന്റെ ജീവിതത്തിൽ എലീശയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അളവറ്റ ശക്തി ഉണ്ടായിരുന്നു. एलीशा के जीवन में प्रभु यीशु मसीह का पराक्रम और आशीष। ഏത് പ്രതികൂലങ്ങളിലും അവർ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. किसी भी प्रकार की प्रतिकूल स्थिति में वो आगे बढ़ने की शक्ति उनमें थी। ഇന്ന് വൽക്കാലം ഈ വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക, എന്റെ അകത്ത് വാസ്തവത്തിൽ ദൈവത്തിന്റെ ബലവും ശക്തിയും ഉണ്ടോ എന്ന് ശോധന ചെയ്യാം. आज सुबह के वक्त हम इस वचन के आगे अपने आप को जांच के देखेंगे क्या प्रभु यीशु मसीह का पराक्रम या आशीष या शक्ति हमारे जीवन में है। ദൈവമക്കളെ, ഈ ബലമില്ലാതെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. परमेश्वर के लोगों ये परमेश्वर के शक्ति के बिना हम इस क्रिस्तीय जीवन में आगे की ओर नहीं बढ़ सकते। ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. इन दिनों में परमेश्वर की आत्मा में भरकर हमें उसकी आराधना करना बहुत जरूरी है। അപ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ ഈ നാളുകളിൽ നമ്മൾ നിറയണം. परमेश्वर की आशीष से और शक्ति से हमें भरना है। വലിയ പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. कई प्रकार की
विपरीत परिस्थिति की अवस्था में हम लोग जीते हैं, ഈ പ്രതികൂലത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. इस विपरीत परिस्थितियों में जीवित रहने के लिए, आगे बढ़ने के लिए परमेश्वर की ये शक्ति हमारे लिए बहुत आवश्यक है। ആ സങ്കീർത്തനം 18-ാമത്തെ സങ്കീർത്തനം 32 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ 18 भजन संहिता का 32वां ऐसे जब हम पढ़ेंगे तो നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനേറെ ശത്രുക്കളുടെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലുമെന്ന് ദാവീദ് പറയുകയാണ്. 18-ന്റെ वहां पर दावीद इस प्रकार कहता है, 18-32 यह वही ईश्वर है जो सामर्थ्य से मेरा कटिबद्ध बांधता है और मेरे मार्ग को सिद्ध करता है। ആ അവിടെ ദാവീദ് പറയാണ്, वहां पर दावीद कहता है, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ 32 പറയുന്നു, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. वहां पर लिखा है यह वही ईश्वर है जो सामर्थ्य से मेरे कटिबंध बांधता है और मेरे मार्ग को सिद्ध करता है। സങ്കീർത്തനത്തിൽ വായിക്കും ദൈവം ബലം തന്റെ അരയ്ക്ക് കെട്ടിയിരിക്കുകയാണ്. वहां पर लिखा है कि सामर्थ्य से परमेश्वर ने अपने कटिबंध बांधा है। 18-ന്റെ 32 ദാവീദ് പറയുകയാണ്, लेकिन भजन संहिता 18 के 32 में दावीद कहता है, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുകയും എന്റെ വഴിയുടെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. वहां पर लिखा है यह वही ईश्वर है जो सामर्थ्य से मेरा कटिबंध बांधता है और मेरे मार्ग को सिद्ध करता है। ദാവീദിന്റെ പ്രതികൂല മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നതായിട്ടാണ് ഈ വാക്യത്തിൽ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. वहां पर हम इस वाक्य से देख सकते हैं कि दाऊद के जीवन में जो विपरीत परिस्थितियां आई तब परमेश्वर के सामर्थ्य उसके ऊपर उतरी। 33 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ उसका 33वां जब हम पढ़ते हैं, അവൻ എന്റെ കാലുകളെ പേടമാൻ കാലിന് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. वहां पर लिखा है वही मेरे पैरों को हरिणी के पैरों के समान बनाता है और मुझे मेरे ऊंचे स्थानों पर खड़ा करता है। തന്റെ ജീവിതത്തിന്മേൽ ദൈവശക്തി പകരപ്പെട്ടതിന്റെ അനന്തരഫലമാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. दाऊद के जीवन में जो परमेश्वर की आत्मा उतरी उसके आशीष से संबंधित वाक्य नीचे की ओर लिखे हुए हैं। എന്റെ കാലുകളെ അവൻ മാൻപേടക്കാലിന് തുല്യമാക്കിയിരിക്കുകയാണ്. वहां पर दावीद कहता है कि वह मेरे पैरों को हरिणी के पैरों के समान बनाता है। നമുക്കറിയാം ഒരു മാനിനെ പെട്ടെന്നൊന്നും ഒരു കാട്ടുമൃഗത്തിന് പിടിക്കുവാൻ കഴിയത്തില്ല. हम सब जानते हैं कि हरिणी को कोई भी जानवर एकदम से जल्दी से नहीं पकड़ सकता। കാട്ടുമൃഗനെ പിടിക്കാൻ വിടുമ്പോൾ അതിവേഗമായിട്ട് ഓടിയെന്ന് രക്ഷപ്പെടുകയാണ്. जब कोई जानवर उसको पकड़ने जाते हो हरिणी बहुत तेजी से भागकर रक्षा प्राप्त करती है। ദാവീദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ അർത്ഥവത്തായ വാക്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. दाऊद के जीवन में कई अर्थ संबंधित वाक्य के बारे में हम यहाँ पढ़ सकते हैं। പലപ്പോഴും ശത്രു ദാവീദിനെ പിന്തുടർന്ന വേളകളിൽ कई बार दाऊद के पीछे शैतान उसका पीछा किया, അവിടെല്ലാം ദൈവത്തിന്റെ ശക്തിയാലും ബലത്താലും തനിക്ക് രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു. वहां पर सभी जगह प्रभु यीशु मसीह के प्रभु परमेश्वर के आशीष से दाऊद ने रक्षा प्राप्त की। 34-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 34वां आयत में लिखा हुआ है, അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. वहां पर लिखा हुआ वह मेरे हाथों को युद्ध करना सिखाता है। എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുവാൻ അവൻ എന്റെ കൈകളെ ബലപ്പെടുത്തുകയാണ്. इसका मतलब है कि दाऊद को युद्ध करने के लिए परमेश्वर के हाथों को बलवंत करता है। ദൈവം തന്റെ ബലമന്റെ അരയ്ക്ക് കെട്ടിയിരിക്കുകയാണ്. वहां पर लिखा है परमेश्वर ने अपने बल के द्वारा उसको बांधे रखा है। ആ ബലത്തിന്റെ ശക്തിയാൽ ശത്രുക്കളെ ജയിച്ച് ദാവീദ് മുന്നോട്ട് പോകുകയാണ്. उस बल के द्वारा शक्तियों को हराकर दाऊद आगे की ओर बढ़ रहा है। നമുക്കറിയാം ദാവീദ് പരാജയപ്പെട്ട യുദ്ധങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ऐसा कोई युद्ध के बारे में बाइबल में नहीं लिखा हुआ है कि जहां पर दाऊद ने या हारा हुआ है या कोई युद्ध हारा हो। ദാവീദിന്റെ ബലത്താലോ ശക്തിയാലോ അല്ലത് സംഭവിച്ചത്. दाऊद के बल शक्ति के द्वारा वो नहीं हुआ है। ദാവീദിനോട് യുദ്ധം ചെയ്യുവാൻ കടന്നു വന്ന സാധാരണക്കാരായ മനുഷ്യരല്ലായിരുന്നു. जो दाऊद से युद्ध करने जो मनुष्य आए थे वो कोई साधारण मनुष्य नहीं थे। നമുക്ക് ചരിത്രങ്ങളൊക്കെ അറിയാം, അങ്ങോട്ടൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. हम सबको इस बारे में पता है लेकिन मैं उसकी ओर नहीं जाना चाहता। ശക്തന്മാരായ ശത്രുക്കളെയാണ് ദാവീദ് തകർത്ത് കളഞ്ഞത്. बहुत ही ज्यादा शक्तिशाली शत्रु लोगों को दाऊद ने हराया है। മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ തകർത്തവനാണ് ദാവീദ് എന്ന് പറയുന്നത്. गोलियात को हराया हुआ है दाऊद। ദാവീദേ നിനക്ക് ഇത് എങ്ങനെ സാധിച്ചെന്ന് ദാവീദിനോട് ചോദിച്ചാൽ दाऊद से यदि पूछे कि दाऊद से ये सब कैसे संभव हुआ, ദാവീദ് പറയും എന്റെ ദൈവത്തിന്റെ ബലം ഞാൻ അരയ്ക്ക് കെട്ടിയിരിക്കുകയാണ്. दाऊद वहां कहता है कि परमेश्वर ने अपने बल के द्वारा मुझे बांधे रहता है। ദൈവത്തിന്റെ ബലം നമ്മുടെ അകത്തുള്ളിടത്തോളം കാലം എന്നെ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. इसलिए परमेश्वर के लोगों जब तक प्रभु परमेश्वर का बल हमारे जीवन में है तब तक किसी भी शत्रु को हमें नहीं हरा सकते। അതുകൊണ്ട് ഏത് പ്രതികൂലം പ്രതിസന്ധി ഏത് വിഷയം നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലുണ്ടോ, इसलिए किसी भी प्रकार की विपरीत स्थिति या प्रतिकूल परिस्थिति हमारे जीवन में हो, അതിനെ ജയിക്കുന്ന ഒരു ശക്തി നാളുകളിൽ ദൈവത്തിൽ നാം പ്രാപിച്ചെടുക്കണം. इसलिए उन सबको हराने के लिए शक्ति प्रभु परमेश्वर से हमें प्राप्त करना है। എഫേസ്യർ 6:10 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ एफेसर की किताब 6वां अध्याय से नीचे को पढ़े तो കർത്താവിലെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ എന്ന് പൗലോസ് പറയുകയാണ്. पौलुस वहां पर कहता है कि परमेश्वर के अमित शक्ति से हम सब बलवंत ആ हो। വാക്യം യഥാർത്ഥമായി വ്യാഖ്യാനിച്ചാൽ
यदि उस हम वाक्य की व्याख्यान करें तो ഏത് പ്രതികൂലമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, किसी प्रकार की विपरीत परिस्थिति हमारे सामने क्यों ना हो, അല്ലെങ്കിൽ ഏത് ഘട്ടമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, कौन सा कष्ट हमारे सामने खड़ा है, അതിനെ ജയിക്കുന്ന ശക്തി നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. उसको हराने के लिए शक्ति हमें परमेश्वर से प्राप्त करना है। ഇങ്ങനെയാണ് ജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ऐसा एक जीवन हमें जीते हुए आगे बढ़ना है। നമ്മെ പരാജയപ്പെടുത്തുവാൻ അന്ധകാരത്തിന്റെ ശക്തികൾ നമുക്കെതിരെ നിന്ന് പോരാടുമ്പോൾ, जब हमें हराने के लिए कई प्रकार की अंधकार शक्ति हमारे सामने खड़ी होती है, ദൈവമക്കളെ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. നമ്മിൽ പകരപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. हमारे जीवन में जो पवित्र आत्मा की शक्ति आई है उसके द्वारा हम उसको हरा सकते ഈ हैं। ലോകത്തെ ജയിക്കുന്ന ശക്തിയാണ് ദൈവം നമ്മുടെ അകത്തു തന്നിരിക്കുന്നത്. इस दुनिया को हराने के लिए एक शक्ति परमेश्वर ने हमारे जीवन में അതുകൊണ്ട് दिया हुआ നിങ്ങൾ പരാജയപ്പെടരുത്. है। इसलिए आप लोग को हारना नहीं है। ശത്രുവിന്റെ മുമ്പാകെ ഈ നാളുകൾ നമുക്ക് ബലപ്പെടാം. इस शत्रुओं के सामने हम बलवंत हो जाए। ഞാൻ പറഞ്ഞു, ഏത് പ്രതികൂലം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും मैंने कहा कैसी भी विपरीत परिस्थिति हमारे जीवन में क्यों ना അതിനെ हो, ജയിക്കുന്ന ശക്തി ദൈവം നമ്മുടെ അടുത്ത് പകരുവാൻ ശക്തനാണ്. उसको हराने के लिए शक्ति देने वाला हमारा प्रभु परमेश्वर है। മോശയുടെ മുമ്പിൽ ചെങ്കടലാണ് പ്രതികൂലമായി നിന്നതെങ്കിൽ, मूसा के सामने एक सागर की अवस्था को हराने के लिए जब ഞാനത് था, കഴിഞ്ഞ ആഴ്ച പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നു. ചെങ്കടലിനെ പിളർക്കുന്ന ശക്തി മോശയുടെ മേൽ ഇറങ്ങി വന്നു. हाँ, उस समुद्र को दो भागों में बांटने के लिए परमेश्वर ने उसको शक्ति प्रदान किया। അതാണ് കർത്താവിന്റെ അമിതമായ ബലത്തിൽ ബലപ്പെടുക എന്ന് പറയുന്നത്. हाँ, इसी को परमेश्वर की शक्ति से बलवंत होना ऐसा कहते हैं। ഏത് പ്രതികൂലമാണ് മുമ്പിൽ നിൽക്കുന്നത് അതിനെ ജയിച്ചു മുന്നോട്ട് പോകുന്ന ശക്തി, അത് കർത്താവിന്റെ ശക്തി. जो भी प्रतिकूल परिस्थिति हमारे सामने खड़ी है उसको हराने के लिए जो शक्ति प्रभु हमें देता है, ഏലിയാവിന്റെ മുമ്പിൽ യോർദാൻ തടസ്സമായി നിൽക്കുമ്പോൾ एलिया के सामने जब योर्दान एक विपरीत परिस्थिति के रूप ആ में खड़ा हुआ, യോർദാനെ പിളർക്കുന്ന ശക്തി ഏലിയാവിന്റെ മേലുണ്ടായിരുന്നു. जब उस यर्दन को दो भागों में विभाजित करने के लिए शक्ति उसके जीवन में था। എലീശയുടെ ജീവിതത്തിലും അത് തന്നെയാണ്. एलीशा के जीवन में ही वही बातें थी। യോർദാനിൽ നിന്ന് മടങ്ങി വരുന്നതായിരിക്കുന്ന എലീശയുടെ ജീവിതത്തിൽ योर्दान जब पलट कर आ रहा था उस समय एलीशा के जीवन में യോർദാൻ നദി അവന് തടസ്സമായി നിൽക്കുകയാണ്. योर्दान उसके लिए एक विपरीत परिस्थिति के रूप में खड़ा हुआ है। ഏലിയാവിന്റെ മേൽ നിന്ന് വീണ ഭൂതപ്പെടുത്തവൻ യോർദാനെ അടിച്ചപ്പോൾ एलिया ने जब अपने चादर के द्वारा उस യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറുവാനിടയായി തീർന്നു. योर्दान दो भागों में विभाजित हो गया। ഈ നാളുകളിൽ ദൈവ പൈതലേ, നിന്റെ പ്രതികൂലത്തെ ജയിക്കുന്ന ഒരു ദൈവശക്തി നീ പ്രാപിച്ചെടുക്കണം. इन दिनों में परमेश्वर के लोगों आज विपरीत परिस्थिति को हराने के लिए परमेश्वर की शक्ति हमें प्राप्त होना बहुत जरूरी है। വിശ്വാസി ചുമ്മാ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. विश्वासी लोग चुपचाप बैठने से कुछ नहीं होगा। നിങ്ങൾ കരയണ്ട, പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഒരു വിശ്വാസി എന്ന് പറയുന്നത്. एक विश्वासी का मतलब कि रोकर उसे आशीष परमेश्वर से प्राप्त करना है। അപ്പോൾ തന്നെ ഉറപ്പും ധൈര്യവും പ്രത്യാശയും അകത്തുണ്ടായിരിക്കണം. उस समय हमारे जीवन में कई प्रकार की प्रत्याशा या परमेश्वर के प्रति एक विश्वास होना चाहिए ഈ പ്രതികൂലത്തെ ഞാൻ ജയിക്കും, कि हमें इस प्रतिकूल ഈ ഘട്ടങ്ങളെ ഞാൻ ജയിക്കും, इस जो कष्ट की अवस्था को എന്റെ मैं जीत पाऊंगा। ഇപ്പോഴായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരും. ये जो मेरी प्रतिकूल अवस्था इसमें बदलाव आएगा। എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. मेरा परमेश्वर मेरे साथ है। എന്റെ ദൈവത്തിന്റെ ബലം എന്റെ മേലുണ്ട്. मेरे परमेश्वर का बल मेरे साथ എന്റെ है। ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. मेरे परमेश्वर का आशीष से अभिषेक मेरे साथ കഴിഞ്ഞ है। നാളിൽ ഭക്തന്മാർ ജയമെടുത്തതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ജയമെടുക്കുമെന്ന് ദൈവ പൈതലേ, നീ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിര്. पिछले दिनों में जिस प्रकार परमेश्वर के लोगों को परमेश्वर आशीष दिए वैसे ही आशीष परमेश्वर मुझे देगा। നിനക്ക് കടക്കുവാൻ കഴിയാത്ത ചില പ്രതിസന്ധികള് ഈ നാളുകളിൽ ദൈവം മാറ്റുമെന്ന് ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. हमारे जीवन में कुछ स्थिति ऐसी है जो हम सोचते हैं कि पूरा नहीं होगा, इन दिनों में परमेश्वर उसे पूरा करने वाला है। നിനക്ക് കടക്കുവാൻ കഴിയാത്ത ചില മേഖലകൾ നിന്റെ മുമ്പിലുണ്ട്. कुछ ऐसी अवस्था है जो आप सोचते हो कि इसको ये कोई नहीं कर सकता। നിനക്ക് പരിഹരിപ്പാൻ കഴിയാത്ത ചില വിഷയം നിന്റെ മുമ്പിലുണ്ട്. कुछ कार्य को पूरा करने के लिए परमेश्वर का हाथ आपके ऊपर है। ഈ ദിവസങ്ങളിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ इस दिनों में यदि आप विश्वास के साथ प्रार्थना करें तो ദൈവം ചില നീക്കുപോക്കുകളുമായി ഇറങ്ങി വരാൻ പോകുകയാണ്. परमेश्वर कुछ सॉल्यूशन के साथ उतरने वाला है। ദൈവമക്കളെ, തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയാണ് ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നത്. अपने भक्त लोगों के लिए प्रभु परमेश्वर स्वर्ग में जीवित है। എവിടെ ദൈവജനം കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്, അവിടെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. जहाँ भी परमेश्वर के लोगों ने परमेश्वर को पुकारा है, परमेश्वर वहाँ उतर कर आया। എത്ര പേര് വിശ്വസിക്കുന്നു? कितने लोग विश्वास ഈ करते हैं? ഈ കാലം, ഈ സമയം
സമയങ്ങളിൽ എന്റെ പ്രതികൂലത്തിന് നടുവിൽ എന്റെ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. कि मेरी विपरीत परिस्थितियों में परमेश्वर मेरे लिए उतर के आने वाला എന്റെ है, അഭിഷേകയുടെ മേൽ ദൈവം ഇറങ്ങാൻ പോകുകയാണ്. मेरे विषय को प्रभु काम करने वाला है, എനിക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളികളുടെ മേൽ അല്ലെ മനുഷ്യന്റെ മേൽ ദൈവകരം ഇറങ്ങാൻ പോകുകയാണ്. मेरे विपरीत परिस्थितियों के बीच में परमेश्वर उतरने वाला है. ദൈവജനം പരാജയപ്പെടത്തില്ല. परमेश्वर के लोग कभी भी नहीं നിന്നെ हारेंगे. പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. परमेश्वर के लोगों को पराजित करना किसी भी शक्ति के पास की बात नहीं, എന്തുകൊണ്ടെന്നാൽ നീ ദൈവത്തിന്റെ വകയാണ്. क्योंकि तुम लोग परमेश्वर के लोग हो, നീ ദൈവത്തിന്റെ പൈതലാണ്. क्योंकि तुम परमेश्वर के बच्चे हो. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകർന്നിരിക്കുകയാണ്. परमेश्वर की शक्ति आपके ऊपर उतरा हुआ है. യേശു പറഞ്ഞ എന്റെ അധികാരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. परमेश्वर कहता है कि सभी आशीष मैं तुमको देता ഓ हूँ. ദൈവമക്കളെ, ദൈവത്തിന്റെ അധികാരം നമ്മുടെ അടുത്തുണ്ട്, മറന്നു പോകല്ല്. परमेश्वर का अधिकार हमारे ऊपर है, ऐसा हम ना भूले. ദൈവത്തിന്റെ ശക്തി നമ്മുടെ അകത്തോണ്ട് മറന്നു പോകരുത്. परमेश्वर की शक्ति हमारे ऊपर है, हम ना भूले. എഫേസ്യർ 1:19 നമ്മൾ വായിക്കുന്നത്, एफिसुस किताब पहला अध्याय 19 बात पढ़े तो അത് ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 1:19 വാക്യം പെട്ടെന്ന് വായിച്ചു. എഫേസ്യ ലേഖനം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും, നമുക്കറിയാവുന്ന വാക്യം ഒന്ന് വായിച്ചാട്ടെ. മലയാളം, ഹിന്ദി, कोई भी भाषा में पढ़ो. എഫേസ്യർ 1:10 വാക്യം 190 1:19. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19 വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം മതി. എവിടെ വായിക്കുക? എഫേസ്യർ 1:19 വായിക്കുന്നത് നമുക്ക് വേണ്ടി വ്യാപരിക്കുക, അല്ലെങ്കിൽ നമ്മിൽ ഇറങ്ങി വരുന്ന ദൈവശക്തിയെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. वहाँ पर जो लिखा है हमारे पे उतरने वाली परमेश्वर की शक्ति के बारे में लिखा हुआ. അവിടെ കൊടുത്തിരിക്കുന്ന ശക്തിക്ക് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വേടെന്ന് പറയുന്നത്, ഗ്രീക്കിൽ കൊടുത്ത ഡുനാമിസ് എന്ന വേടാണ് കൊടുത്തിരിക്കുന്നത്. वहाँ पर जो शक्ति को नाम किया है डुनामी नाम दिया गया है. ശക്തിക്ക് ഗ്രീക്കിലുള്ള വേടെന്ന് പറയുന്നത് ഡുനാമിസ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. शक्ति का जो ग्रीक वर्ड में जो अर्थ है डुनामी बोलते हैं. ഡുനാമിസ് എന്ന വേഡിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന വേർഡ് ഉണ്ടായത്. ഡൈനാമിറ്റ്, डुनामी जो वर्ड से ही डायनामिक वर्ड उत्पन्न हुआ. ഡൈനാമിറ്റിന്റെ പവർ എന്ന് പറയുന്നത് നമുക്കറിയാം. डायनेमिक का पावर क्या है हम सब जानते हैं. അത് തുറന്ന് പാറയ്ക്കകത്തും ഏത് വലിയ പാറകളെ അത് തകർത്ത് കളയും. वो जो है एक कितना ही बड़ा पहाड़ क्यों ना उसको तोड़ देता है. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത്, इसका मतलब परमेश्वर के भक्ति के जीवन में जो शक्ति है, മക്കളെ നമ്മിൽ പകർന്ന ദൈവശക്തിയെ കുറിച്ചാണ് പറയുന്നത്. परमेश्वर के लोगों जो हमारे जीवन में परमेश्वर शक्ति थी उसके बारे में बता സാത്താന്റെ रहा हूं. ശക്തിയെ ജയിക്കുന്ന ദൈവശക്തി ദൈവ പൈതലിന്റെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. शैतान की शक्ति को हराने के लिए परमेश्वर ने परमेश्वर को लोगों को एक शक्ति दी है. എത്ര പേര് വിശ്വസിക്കുന്നു സാത്താനെ ജയിക്കുന്ന ഒരു അഭിഷേകം എന്റെ അകത്തുണ്ടെന്ന്? कितने लोग विश्वास करते हैं कि शैतान की शक्ति को हराने के लिए शक्ति അപ്പോൾ मेरे जीवन में നമ്മുടെ है. അകത്തെ പവർ എന്ന് പറയുന്നത് ഡൈനാമിറ്റ് പവറാണ്. हमारे अंदर जो पावर है एक वो डायनेमिक जैसा पावर है. ഇതിന് പല വേർഡുകൾ പിന്നെയും നമുക്ക് ഗ്രീക്കിൽ കാണുവാൻ കഴിയും. हाँ, इसके संबंधित कई प्रकार की जो वर्ड है वो हम ग्रीक लैंग्वेज में पढ़ सकते हैं. ദൈവമക്കൾ, ഇത് അധികാരം തരുന്ന ശക്തിയാണ്, നമ്മെ അധികാരപ്പെടുത്തുന്ന. ये जो शक्ति है हमें अधिकार देने वाली शक्ति है. അതാണ് യേശു പറഞ്ഞത്. ലൂക്കോസ് 10:19 കാണുവാൻ കഴിയും. यीशु मसीह ने जो कहा हम पढ़ सकते हैं लूकोस पहला अध्याय. പാമ്പുകളെ തേളുകളെ ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. वहाँ पर यीशु मसीह अपने भक्तों से कहता है कि सांप को या बिच्छुओं को വേണമെങ്കിൽ ഒന്ന് വായിച്ച ലൂക്കോസ് 10:19 വാക്യം. ലൂക്കോസ് 10:19 വാക്യം हम पढ़ेंगे लूका की किताब 10 का 19वां आयत. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നത്. ഹിന്ദിയിൽ വായിച്ചാൽ ഒന്നുകൂടെ നന്നായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ട് 10 का 19 में वहाँ पर लिखा हुआ है, देखो मैंने तुम्हें सांप और बिच्छू को रोकने का और शत्रुओं की सारी सामर्थ्य पर अधिकार दिया है. മതി. അവിടെ പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം. वहाँ पर लिखा है कि सांप और बिच्छू को रोकने का अधिकार. ഇതെല്ലാം മനുഷ്യന് ഉപദ്രവകാരികളായ ജീവികളാണ് പാമ്പും തേളൊക്കെ എന്ന് പറയുന്നത്. ये जो सांप और बिच्छू है एक जहरीला जानवर है. അത് പിശാചിന്റെ പല അവസ്ഥകളെ കുറിച്ചാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ये जो शैतान की कई प्रकार के रूप के बारे में അവിടെ दिखाता है. അടുത്ത വാക്യം ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. वहाँ पर लिखा है शत्रु की सारी सामर्थ्य पर भी परमेश्वर ने अधिकार दिया. എത്രത്തോളം അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
कितनी उसकी गहराई हम सबको मालूम हो रहा है। ശത്രുവിന്റെ ബലത്തെ ചവിട്ടുവാൻ ഒരു ദൈവവചന അധികാരമുണ്ടെന്ന് ദൈവവചനം പറയുകയാണ്. परमेश्वर का वचन कहता है कि शत्रुओं की सारी सामर्थ्य अधिकार को रोंदने के लिए परमेश्वर ने हमें शक्ति दी है। പിശാച് സാധാരണ ശക്തിയല്ല. जो शत्रु जो शैतान है उसको कोई साधारण शक्ति नहीं है। ദൈവം കഴിഞ്ഞാൽ അടുത്ത ശക്തി പിശാചിനാണുള്ളത്. परमेश्वर के बाद जिसको सबसे शक्ति है वो शैतान को है। എന്നാൽ ദൈവവചനം പറയുന്നു, लेकिन परमेश्वर का वचन कहता है, നമ്മുടെ കർത്താവ് തന്നെ പറയുന്നു, हमारा परमेश्वर स्वयं कहता है, പിശാചിന്റെ ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. परमेश्वर का वचन कहता है कि शत्रुओं की सारी सामर्थ्य को रोंदने के लिए परमेश्वर ने हमें अधिकार दिया। അപ്പോൾ പിശാചിനെക്കാട്ടും ബലം നമ്മുടെ അകത്തുണ്ട്. इसका मतलब कि शैतान से ज्यादा शक्ति परमेश्वर ने हमें दिया। എപ്പോഴും പോസിറ്റീവായിട്ട് ഒരു ദൈവവചനം ചിന്തിക്കാവൂ. हमेशा परमेश्वर के वचन को एक പ്ലസ് പോയിന്റ് നമ്മുടെ അകത്ത് കടന്നു വരാവൂ. हमेशा परमेश्वर जीवन में एक पॉजिटिव थिंकिंग की हमेशा आना चाहिए। പിശാചിനെ ചവിട്ടുവാനുള്ള ബലം എൻ്റെ അകത്തുണ്ട്. शैतान को रोंदने का सामर्थ्य हमारे जीवन में है। ആ സങ്കീർത്തനം 91 നമുക്ക് കാണുവാൻ കഴിയും. भजन संहिता 91 में हम पढ़ सकते हैं, സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും നീ ചവിട്ടും. वहां पर लिखा है कि सिंह के ऊपर ये सांपों के ऊपर तू लात रखेगा, എന്നാൽ അവയ്ക്കൊന്നും നീ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും. लेकिन तुम मुझसे चिपका रहता है इसीलिए तुझे कुछ नहीं होगा। അവിടെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു അധികാരം നമുക്ക് ദൈവം നൽകി തരികയാണ്. वहां पर भी परमेश्वर ने एक अपना अधिकार उनके लोगों को दिया है। അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് കൽപ്പിക്കുവാൻ അധികാരം നമുക്ക് തരുന്നു. इसका मतलब ये शक्ति जो है परमेश्वर ने हमें पूरा करने के लिए अधिकार हमें दिया है। യേശു 6000 ഭൂതം ബാധിച്ച മനുഷ്യന്റെ ഭൂതത്തോട് പറഞ്ഞു, ഈ മനുഷ്യനെ വിട്ടുപോകാ. परमेश्वर ने ऐसा अधिकार दिया है कि जिसको 6000 भूत लगे हुए थे, परमेश्वर उसको निकालने का अधिकार ആ दिया। കാറ്റിനെയും കടലിനെയും യേശു ശാസിച്ചു. जो सागर और आंधी को परमेश्वर ने डांटा, അപ്പോൾ ആ അധികാരമാണ് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത്. वो अधिकार परमेश्वर ने हमारे जीवन में दिया है। കൽപ്പിക്കുവാൻ പറയുവാനുള്ള അധികാരം, उसको पूरा करने या बोलने का अधिकार। 6000 ഭൂതം ബാധിച്ച ഭൂതങ്ങളുള്ള മനുഷ്യന്റെ അകത്തിരിക്കുന്ന ദുരാത്മാക്കളെ പറഞ്ഞ് വിട്ടു പോകുക. 6000 दुष्ट आत्मा जिस मनुष्य में थी, परमेश्वर के भक्त ने कहा कि ये जो दुष्ट है उनके इसके जीवन से चला जा। ദൈവമക്കളെ, യേശുവിന്റെ അധികാരം നമ്മുടെ അകത്തുണ്ട്. परमेश्वर का अधिकार हमारे जीवन में है। ഇത് പ്രതികൂലങ്ങളെ ജയിക്കുന്ന ശക്തിയാണ്. एक विपरीत स्थिति को जीतने की शक्ति है। നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിൽ പൗലോസിന്റെ സീലാസിന്റെ അവസ്ഥ നമുക്കറിയാം. प्रेरितों की किताब में पौलुस और सिलास की अवस्था के बारे में लिखा അവരുടെ പ്രതികൂല സാഹചര്യങ്ങൾ അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. वहां पर विपरीत परिस्थितियों में उन्होंने परमेश्वर की आराधना അവർ किया। ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ जब वो लोग परमेश्वर की आराधना करने लगे, ദൈവത്തിന്റെ ശക്തി ഭക്തന്മാരുടെ മേൽ ഇറങ്ങി വന്നു. परमेश्वर की शक्ति उनके भक्तों को उतर आया। അപ്പോൾ നമ്മുടെ പ്രതികൂലത്തിൽ ഇറങ്ങി വരുന്ന ദൈവശക്തിയുണ്ട്. उसका मतलब है कि जब हमारी विपरीत परिस्थितियों में परमेश्वर शक्ति हमारे पर उतर आती है। അടുത്ത നമ്മുടെ ബലഹീനതയിൽ നമ്മെ ബലപ്പെടുത്തുന്നതാണ് ഈ ശക്തി എന്ന് പറയുന്നത്. जो परमेश्वर की शक्ति है बलहीन अवस्था में हमें शक्तिमान बनाती है। അതുകൊണ്ടാണ് യെശയ്യാ 40:19 കാണുന്ന യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. इसीलिए एशिया की किताब में लिखा है कि യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരും. परमेश्वर का जो इंतजार करते हैं परमेश्वर शक्ति उनके ऊपर उतर आता है। ദൈവം ഞാൻ പറയും, ബലഹീനതയിൽ നമ്മെ ബലപ്പെടുത്തുന്നതാണ് ഈ ദൈവശക്തി എന്ന് പറയുന്നത്. बलहीन अवस्था में परमेश्वर की शक्ति हमें बलवान बनाती है। ഇതാ മരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ഏലിയാവിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നു. इसलिए मरने की अवस्था में सोचकर जो एलिया सो रहा था, परमेश्वर शक्ति उसके ऊपर उतर आया। ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ न्यायों की किताब जब हम पढ़ते हैं तो ബലഹീനനായ ശിംശോന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നു. बलहीन जो शिमशोन था उसके ऊपर परमेश्वर का शक्ति उतर आया। ശിംശോൻ ബലവാനായിരുന്നു. शिमशोन बलवान था, അവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. उसके ऊपर परमेश्वर की शक्ति थी। എന്നാൽ നമുക്ക് ചരിത്രം അറിയാം, അവനിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. लेकिन जब वचन पढ़ते तो वहां पर लिखा है कि उसके ऊपर से परमेश्वर की शक्ति चला गया। ദൈവശക്തി നഷ്ടപ്പെട്ടാൽ നമ്മളൊന്നുമില്ല. लेकिन जब परमेश्वर की शक्ति यदि हमारे जीवन से नष्ट हो जाए तो हम कुछ नहीं। ദൈവശക്തി ശിംശോന്റെ മേൽ ഉള്ളപ്പോൾ അവനെ പിടിച്ചു കെട്ടുവാൻ ആർക്കും കഴിഞ്ഞില്ല. जब परमेश्वर की शक्ति शिमशोन के ऊपर थी तब उसको बांधना किसी के बस की बात नहीं थी। ദൈവമയിലേ, നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഉള്ളിടത്തോളം നിന്നെ തൊടുവാൻ ഒരു ദുഷ്ട ശക്തിക്ക് കഴിയുകയില്ലെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. इसलिए परमेश्वर के लोगों, आज मैं कहना चाहता हूँ कि परमेश्वर की शक्ति जब तक आपके ऊपर है किसी को भी आपको बांध नहीं सकती। എന്നാൽ ദൈവശക്തി അവനെ വിട്ടുപോയി. लेकिन परमेश्वर की शक्ति जब शिमशोन को छोड़ चला गया, ശിംശോൻ എന്തു പറ്റി? അവന്റെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചു. अभी जो शिमशोन की दोनों आंखें फोड़ दी।
लिया, അവന്റെ കൈകളെല്ലാം ബന്ധിക്കുവാനിടയായി തീർന്നു. उसके हाथ पैरों को बांध दिया गया। അവൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ അവൻ ഇരിക്കുകയാണ്. वो दामोन के क्षेत्र में बंधा നമുക്കറിയാം हुआ। എന്താണ് സംഭവിച്ചത്. और वहाँ पर क्या हुआ हम सब അവൻ जानते हैं। ദൈവത്തോട് പ്രാർത്ഥിച്ചു, उसने परमेश्वर से प्रार्थना ദൈവമേ की, എന്നെ ഒന്ന് സഹായിക്കണമേ, उसने परमेश्वर से प्रार्थना किया, നിന്റെ परमेश्वर मेरी ശക്തി सहायता എനിക്കൊന്ന് कर, നൽകി തരണമേ. तेरी शक्ति मुझे लौटा कर दे। ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നു. परमेश्वर की शक्ति उसके ऊपर उतर आया। ദാഗോന്റെ ക്ഷേത്രത്തിൽ കൂടിയിരുന്ന 3000 പേരെ അന്ന് ശിംശോൻ തകർത്ത് കളഞ്ഞു. उस समय उस क्षेत्र में शमशोन ने 3000 लोगों को नष्ट किया। അതാണ് നമ്മുടെ ബലഹീനതയിൽ ബലപ്പെടുത്തുന്ന ദൈവശക്തി. यही है हमारे बलहीन अवस्था में बलवान शक्ति देने वाला परमेश्वर। ഒന്നേ ദൈവമക്കളെ നമുക്ക് അധികാരം നൽകി തരുന്ന ശക്തിയാണ്. हाँ, पहली शक्ति है परमेश्वर हमें अधिकार देने वाली शक्ति। ഓ നമ്മുടെ ബലഹീനതയിൽ വെളിപ്പെടുന്നതാണ് ഈ ശക്തി. दूसरी शक्ति हमारी बलहीन अवस्था में प्रकट होने की शक्ति। ഏത് ശത്രുവിനെ ജയിക്കുന്നതാണ് ഈ ശക്തി എന്ന് പറയുന്നത്. किसी प्रकार के शत्रु को हराने की शक्ति है ये शक्ति। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. इसलिए प्रेरित पौलुस कहता है कि परमेश्वर की शक्ति से बलवान हो जाओ। ഞാനിവിടെ എന്റെ മെസ്സേജ് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. मेरे वचन को मैं ही समाप्त करना चाहता हूँ। ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് പറയുവാനുണ്ട്. बहुत सारी बातें मुझे कहने की है। ദൈവമക്കളെ ദൈവത്തിന്റെ ബലത്താൽ നിറയുക. इसलिए परमेश्वर के लोगों परमेश्वर के बल में बलवंत हो जाओ। സങ്കീർത്തനത്തിൽ 6 പ്രകാരം വായിച്ചു, അവൻ ബലമരയ്ക്ക് കെട്ടിയിരിക്കുന്നു, തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ദൈവം ഉറപ്പിക്കുന്നു. हाँ, 65 की किताब में लिखा हुआ है, तू जो पराक्रम का फेटा खसे हुए अपनी सामर्थ्य से पर्वतों को स्थिर करता है। ദൈവമക്കളെ നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. परमेश्वर के लोगों हमारा परमेश्वर शक्तिमान परमेश्वर। നമ്മുടെ ദൈവം ബലമുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം ബലവാനായിരിക്കുന്ന ദൈവമാണ്. हमारा परमेश्वर बलवान परमेश्वर है। നമ്മുടെ ബലഹീനതയിൽ ദൈവം ഈ ശക്തി നമ്മിൽ പകരും. हमारे बलहीन अवस्था में परमेश्वर में നമ്മുടെ शक्ति देने वाला। പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ ശക്തി നമ്മിൽ പകരും. हमारी विपरीत परिस्थितियों में ये परमेश्वर शक्ति हमें देगा। ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തോട് മാറ്റിയിരിക്കുക, അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. परमेश्वर के हम साथ रहेंगे तो हमें किसी प्रकार तकलीफ नहीं होगी। ഈ വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്താം. इस वचन के सामने अपने आप को सौंपें। നമുക്കൊന്ന് ശോധന ചെയ്യാമോ? हम अपने आप को जांचें। എന്റെ അകത്ത് ദൈവത്തിന്റെ ബലമുണ്ട്. क्या मेरे अंदर परमेश्वर का बल എന്റെ है? അകത്ത് ദൈവശക്തിയുണ്ട്. क्या परमेश्वर शक्ति मेरे अंदर എന്റെ है? പ്രതികൂലങ്ങളിൽ എന്നെ സഹായിപ്പാൻ, मेरे प्रतिकूल अवस्था में मेरी सहायता എന്റെ करने के लिए। ഏത് അവസ്ഥയിലും ജയത്തോടെ മുന്നോട്ട് പോകുവാൻ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. मेरी किसी प्रकार की अवस्था में आगे बढ़ने के लिए परमेश्वर मेरे साथ എന്റെ है। ദൈവം അനുവദിക്കാതെ ഒരു ഘട്ടങ്ങളും എനിക്ക് വരികയില്ല. मेरा परमेश्वर मेरे साथ है, किसी प्रकार का ഒരു कष्ट मेरे जीवन में नहीं है। പരിശോധനകളും ഒരു പരീക്ഷകളും എന്റെ ജീവിതത്തിൽ കടന്നു വരികയില്ല. किसी प्रकार की प्रतिकूल स्थितियां जांच मेरे जीवन में नहीं आई। ദൈവത്തിലെ ദൈവം നിന്നോട് കൂടെയുണ്ട്. परमेश्वर हमेशा तेरे साथ, ഉറപ്പും ധൈര്യം പ്രാപിക്കുക. हमेशा धैर्य के साथ रहे। യോശുവോട് പറയാണ്, यीशुआ से कहता है, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. तू हमेशा एक धैर्य के साथ रहा। ഞാൻ മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെ ഇരിക്കും. जिस प्रकार मैं मूसा के साथ था तेरे भी നിന്റെ साथ रहूंगा। ജീവകാലത്ത് ഒറ്റ ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. कोई भी तेरे जीवन के समय में कोई भी मनुष्य तेरे विरुद्ध नहीं आएगा। വചനത്തെ നമുക്ക് വിശ്വസിക്കാമോ? इस वचन को हम विश्वास करें। എന്റെ ജീവകാലത്ത് ഒരിക്കൽ ഒരൊറ്റ മനുഷ്യൻ എന്റെ നേരെ നിൽക്കത്തില്ല. मेरे जीवन के समय तक कोई भी मनुष्य मेरे विरुद्ध नहीं ഒരു आएगा। അന്ധകാര ശക്തികളും എന്റെ നേരെ നിൽക്കത്തില്ല. कोई भी अंधकार शक्ति मेरे विरुद्ध नहीं അതിനെ आएगी। ജയിക്കുന്ന ഒരു ബലം ദൈവം എന്റെ അകത്ത് പകർന്നിട്ടുണ്ട്. मुझे जय देने वाला एक बल मेरे जीवन में परमेश्वर ने दिया। പിശാചിന്റെ ബലത്തെ ചവിട്ടുന്ന ശക്തി എന്റെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. शत्रुओं को हराने वाली शक्ति परमेश्वर मेरे जीवन में दिया है। ദൈവമക്കളെ ഒരു നിമിഷം ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर लोगों को एक समय हम परमेश्वर को अपने കേട്ട परमेश्वर के सामने വചനത്തിന് अपने को മുമ്പാകെ सौंपें। നമ്മെ തന്നെ സമർപ്പിക്കാം. इस सुने हुए वचन के सामने अपने आप को सौंपे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन के द्वारा परमेश्वर हमें आशीष दे।